നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. 2024 ഡിഗ്രി പ്രിലിംസ് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ്. ഡീറ്റെയിൽ ആയിട്ടുള്ള റിലേറ്റഡ് ഫാക്ട്സും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്താലോ? ആദ്യത്തെ ചോദ്യം, 1604 സാമൂതിരിയുമായി വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ ആരായിരുന്നു? ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. അതിന് കാരണം ഉത്തരം വാൻഡർ ഹാഗൻ ആണ്. ഇവിടെ ഓപ്ഷൻ എ നോക്കിക്കേ, വാൻഡർ ഗോഹൻ എന്നായിപ്പോയി. അതുകൊണ്ട് ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തു. വാൻഡർ ഹാഗൻ, സ്റ്റീവൻ വാൻഡർ ഹാഗൻ എന്ന ഡച്ച് ക്യാപ്റ്റൻ ആണ് സാമൂതിരിയുമായി 1604 കരാറിൽ ഏർപ്പെട്ടത്. അപ്പോൾ 1604 നവംബർ 11 സ്റ്റീവൻ വാൻഡർ ഹാഗൻ കോഴിക്കോട് സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ചത് എന്ന് ഓർക്കുക. അപ്പോൾ സ്റ്റീവൻ വാൻഡർ ഹാഗനും സാമൂതിരിയും തമ്മിലുണ്ടായ ഈ ഉടമ്പടിയാണ് ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയുമായിട്ട് രാഷ്ട്രീയമായി ഉണ്ടാക്കിയ ആദ്യത്തെ കരാർ എന്ന് കരുതപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഡച്ചുകാരെ പറ്റി കുറച്ച് പോയിന്റ്സ് ഡിസ്കസ് ചെയ്യാം. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം ഏതാ? AD 1595. AD 1595 ഡച്ചുകാർ ഇന്ത്യയിൽ എത്തിയത്. ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തി ഏതാണ്? ഡച്ചുകാർ. പോഡ ബീഫെ എന്ന കോഡ് ഓർത്താൽ മതി. അപ്പോൾ പോർച്ചുഗീസ്, അത് കഴിഞ്ഞ് ഡച്ച് ആണ്. അപ്പോൾ ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തി ഏതാണ്? ഡച്ചുകാരാണ്. ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാ? മസൂലി പട്ടണം. മസൂലി പട്ടണത്തിലാണ് ഡച്ചുകാർ ഇന്ത്യയിൽ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത്. കോഴിക്കോട് സാമൂതിരിയുമായി ഉടമ്പടി ഉണ്ടാക്കിയ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധി ആരാണെന്ന് ചോദിച്ചാൽ സ്റ്റീവൻ വാൻഡർ ഹോഗ് ആണ്. അഡ്മിറൽ സ്റ്റീവൻ വാൻഡർ ഹോഗൻ സാമൂതിരിയുമായി ഉടമ്പടി ഉണ്ടാക്കിയ വർഷം ഏതാണ്? 1604 നവംബർ 11. ഡച്ചുകാർ ആരെ പരാജയപ്പെടുത്തിയ കൊല്ലം പിടിച്ചെടുത്തത്? പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയാണ് ഡച്ചുകാർ കൊല്ലം പിടിച്ചെടുത്തത്. ഇനി ഇന്ത്യയിൽ ഡച്ചുകാരുടെ അധപതനത്തിന് വഴിതെളിച്ച സംഭവം ഏതാണെന്ന് ചോദിച്ചാൽ 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധമായിരുന്നു. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധമാണ് ഇന്ത്യയിൽ ഡച്ചുകാരുടെ അധപതനത്തിന് വഴി തെളിയിച്ച യുദ്ധം. ഈ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സേന ഡച്ചുകാരെ തോൽപ്പിക്കുകയും ഡച്ച് സൈന്യാധിപനായ ഡിലനോയെ തടവിലാക്കുകയും ചെയ്തു. ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഇന്നും നാളെയും ഹോളി പ്രമാണിച്ച് 10% ഓഫ് എല്ലാ കോഴ്സുകൾക്കും ഉണ്ടായിരിക്കുകയെ ഓൾറെഡി വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് എല്ലാ കോഴ്സുകളും കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ 2 ദിവസം നിങ്ങൾക്ക് ഹോളി ഓഫർ കൂടെ കിട്ടും. അപ്പോൾ വളരെ നല്ലൊരു പ്രൈസ് ഡിസ്കൗണ്ടിൽ കോഴ്സുകളൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുവേ. അപ്പോൾ ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ള കോഴ്സുകൾ സെക്രട്ടേറിയറ്റ് OA മെയിൻസ്, അസിസ്റ്റന്റ് സെയിൽസ്മാൻ, ഫയർമാൻ, 10th പ്രിലിംസ് 2025 വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, കമ്പനി LGS, അതുപോലെ ബെഫ്കോ LD മുതലായ പരീക്ഷകൾക്ക് വേണ്ടി ഇപ്പോഴേ പഠിച്ചു പോകാൻ ബാച്ച് കോഴ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജനറൽ PSCക്ക് വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് ഉണ്ട്. അങ്ങനെ നിരവധി ബാച്ച് കോഴ്സുകൾ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. എല്ലാ ബാച്ച് കോഴ്സിനും ഇപ്പോൾ 10% ഫീസ് ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. അപ്പോൾ നാളെ രാത്രി വരെ മാത്രമേ ഈ ഒരു ഡിസ്കൗണ്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്രയും വേഗം കോഴ്സ് എടുക്കുന്നവർ വേഗം തന്നെ എടുത്തോളാം. നല്ലൊരു ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കോഴ്സ് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഫുൾ സിലബസ് കവറേജ് ആണ്. പുതിയ SCRT, പഴയ SCRT, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് എല്ലാം, ഹർഷിതം സ്പെഷ്യൽ, ഷോർട്ട് GK എല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ കോഴ്സുകൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാ കോഴ്സുകളും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ക്ലാസ് കണ്ടിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് തന്നെ ഡയറക്ട്ലി ആപ്പിൽ ചോദിക്കാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ എത്രയും വേഗം തന്നെ എടുത്തോളാം. നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും ജോലി കിട്ടുക തന്നെ ചെയ്യും. ഓക്കെ, വിശ്വസിച്ചങ്ങ് പഠിച്ചോളാം. ഈ ഡിലനോയി ആണ് പിൽക്കാലത്ത് തിരുവിതാംകൂർ സേനയെ പരിശീലിപ്പിച്ച ഡിലനോയി. ഇദ്ദേഹം വലിയ കപ്പിത്താൻ എന്ന പേരിൽ അറിയപ്പെട്ടു. വലിയ കപ്പിത്താൻ. ബോൾഗാട്ടി കൊട്ടാരം പണികഴിപ്പിച്ചതാരാ? ഡച്ചുകാരാണ് ബോൾഗാട്ടി കൊട്ടാരം പണികഴിപ്പിച്ചത്. കേരളത്തിൽ ഡച്ച് ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായ സന്ധി ഏതാണ്? മാവേലിക്കര ഉടമ്പടിയാണ്. മാവേലി
മാവേലിക്കര ഉടമ്പടി വർഷം ഏതാ? 1753 ഓഗസ്റ്റ് മാസം 15. മാവേലിക്കര ഉടമ്പടി. ഈ മാവേലിക്കര ഉടമ്പടി ആരൊക്കെ തമ്മിലാണ് ഒപ്പുവെച്ചത്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് മാവേലിക്കര ഉടമ്പടി. കേരളത്തിൽ ഉപ്പളങ്ങൾ പ്രചരിപ്പിച്ച യൂറോപ്യൻ ശക്തി ഏതാണെന്ന് ചോദിച്ചാൽ ഡച്ചുകാരാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ ഉപ്പളങ്ങൾ പ്രചരിപ്പിച്ച യൂറോപ്യൻ ശക്തി ഏതാണ്? ഡച്ചുകാരാണ്. അതുപോലെ കേരളത്തിൽ തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിച്ചു. ഉപ്പ് നിർമ്മാണം, ചായം മുക്കൽ, വസ്ത്രങ്ങളിൽ ചായം മുക്കൽ എന്നിവ കൊണ്ടുവന്നത് ഡച്ചുകാരാണ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളെയാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരിക്കുന്നത്? അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരിക്കുന്നത്, ഇവിടെ തന്നിരിക്കുന്നത് എല്ലാം അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ച സംഘടനകളാണ്. ജമായത്തെ ഇസ്ലാമി, RSS, ആനന്ദമാർഗ്, മാവോയിസ്റ്റ്, CPML. ഓക്കെ, അപ്പൊ അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭാഗം ഏതാണ്? ഭാഗം 18. ഭാഗം 18ലാണ് അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദങ്ങൾ ഏതൊക്കെ? ആർട്ടിക്കിൾ 352 മുതൽ 360 വരെയാണ് അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 352 ആണ്. ദേശീയ അടിയന്തരാവസ്ഥ. അപ്പോ 352 പ്രകാരം ഈ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? സായുധ വിപ്ലവം, യുദ്ധം, രാജ്യത്തിന് പുറത്തു നിന്നുള്ള കടന്നുകയറ്റം. അപ്പൊ യുദ്ധം, സായുധ വിപ്ലവം, രാജ്യത്തിന് പുറത്തു നിന്നുള്ള കടന്നുകയറ്റം എന്നീ കാരണങ്ങൾ, എന്നീ സാഹചര്യങ്ങൾ കൊണ്ട് ആർട്ടിക്കിൾ 352 പ്രകാരം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. ഈ സായുധ വിപ്ലവം മൂലമുള്ള ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെയാണ് എന്ത് വിളിക്കുന്നത്? ആഭ്യന്തര അടിയന്തരാവസ്ഥ അഥവാ ഇന്റേണൽ എമർജൻസി എന്ന് വിളിക്കുന്നത്. ഇനി PSC ചോദിച്ചൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 പ്രതിപാദിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദ് ചെയ്യുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 358 ആണ്. ആർട്ടിക്കിൾ 358. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ആർട്ടിക്കിൾ 19 പ്രതിപാദിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദ് ചെയ്യുന്നതിനെ കുറിച്ച് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 358. ഇനി നമ്മുടെ ചോദ്യം അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിച്ചിരുന്ന സംഘടനകളെ പറ്റിയല്ലേ. അപ്പൊ ഈ ദേശീയ അടിയന്തരാവസ്ഥ കാലത്ത് ആനന്ദ് മാർഗ് രാഷ്ട്രീയ സ്വയം സേവക് സംഘ്, അതാണ് RSS, രാഷ്ട്രീയ സ്വയം സേവക് സംഘ്, ജമാഅത്തെ ഇസ്ലാമി എന്നിവയടക്കം 23 സംഘടനകളെ നിരോധിച്ച വർഷം ഏതാ? 1975 ജൂലൈ മാസം 4 ആണ്. 1975 ജൂലൈ മാസം 4. അടുത്ത ചോദ്യം നോക്കാം. ലാഹോർ ഗൂഢാലോചന കേസിൽ 1931 മാർച്ച് 23 താഴെ പറയുന്നവരിൽ ആരെയാണ് തൂക്കിക്കൊന്നത്? ആരാണ് തൂക്കിലേറ്റപ്പെട്ടത്? രാജ്ഗുരു ആണ്. 1931 മാർച്ച് 23 തന്നിരിക്കുന്നതിൽ തൂക്കിലേറ്റപ്പെട്ടത് ആരാണ്? രാജ്ഗുരു. അപ്പോൾ രാജ്ഗുരു, സുഖ്ദേവ്, ഭഗത് സിംഗ് എന്നിവരെ ഒരുമിച്ചാണ് തൂക്കിലേറ്റിയത്. അപ്പോൾ ഭഗത് സിംഗ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നിവരെ ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റിയത് 1931 മാർച്ച് മാസം 23 ഏതാ കേസ്? ലാഹോർ ഗൂഢാലോചന കേസ്. ലാഹോർ ഗൂഢാലോചന കേസ്. ഈ ഭഗത് സിംഗ് ആരംഭിച്ച സംഘടന ഏതാണ്? നവ്ജവാൻ. നവ്ജവാൻ എന്ന സംഘടന ആരംഭിച്ചത് ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗിന്റെ പ്രശസ്തമായ ഒരു കൃതിയുണ്ട്, PSC എപ്പോഴും ചോദിക്കാറുണ്ട്, വൈ ഐ ആം ആൻ എത്തീസ്റ്റ്. വൈ ഐ ആം ആൻ എത്തീസ്റ്റ് എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഭഗത് സിംഗ് ആണ്. ഭഗത് സിംഗിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? ഭഗത് സിംഗ് ചൗക്ക്, ലാഹോർ. ലാഹോറിലെ ഭഗത് സിംഗ് ചൗക്കിലാണ് ഭഗത് സിംഗിന്റെ സ്മാരകം. ഇനി ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HSRA രൂപീകരിച്ച വർഷം 1928. ഈ HSRAക്ക് രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തികളാണ് രാജ്ഗുരു, ഭഗത് സിംഗ്, സുഖ്ദേവ്, ചന്ദ്രശേഖർ ആസാദ് എന്നിവർ. HSRAക്ക് നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെയാണ്? ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്, ചന്ദ്രശേഖർ ആസാദ് എന്നിവരാണ്. സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് ഭഗത് സിംഗും ബതുകേശ്വർ ദത്തും ചേർന്ന് ബോംബ് എറിഞ്ഞതെന്ന 1929 ഏപ്രിൽ മാസം 8 1929 ഏപ്രിൽ മാസം 8. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യ ഗാന്ധിക്കു ശേഷം എന്ന പുസ്തകം എഴുതിയത് ആര്? രാമചന്ദ്ര ഗുഹ. രാമചന്ദ്ര ഗുഹയാണ് ഇന്ത്യ ഗാന്ധിക്കു ശേഷം എന്ന പുസ്തകം എഴുതിയത്. വെയിറ്റിംഗ് ഫോർ ദി മഹാത്മാ ആരെഴുതിയ പുസ്തകമാണ്? RK നാരായണൻ. RK നാരായണൻ രചിച്ച കൃതിയാണ് വെയിറ്റിംഗ് ഫോർ ദി മഹാത്മാ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഗാന്ധി, ദ ഇയേഴ്സ് ദാറ്റ് ചേഞ്ച് ദ വേൾഡ്.
ഗാന്ധി ദ ഇയേഴ്സ് ദാറ്റ് ചേഞ്ച് ദ വേൾഡ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് രാമചന്ദ്ര ഗുഹ. ഇൻ സെർച്ച് ഓഫ് ഗാന്ധി ആരുടെ പുസ്തകമാണ്? റിച്ചാർഡ് ആറ്റൻബറോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ. ഇൻ സെർച്ച് ഓഫ് ഗാന്ധി എന്നത് റിച്ചാർഡ് ആറ്റൻബറോയുടെ പുസ്തകമാണ്. ഇൻ ദ ഷാഡോ ഓഫ് ദി മഹാത്മാ GD ബിർള. അപ്പൊ ഗാന്ധിജിയെ കുറിച്ച് ഒരുപാട് പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഇതിലെ പ്രധാനപ്പെട്ട കുറച്ചെണ്ണമാണ് ഞാൻ പറയുന്നത്. ഇൻ ദ ഷാഡോ ഓഫ് ദ മഹാത്മാ GD ബിർളയുടേതാണ്. ഗാന്ധി ആൻഡ് അനാർക്കി. ഗാന്ധിയും അരാജകത്വവും. പ്രീവിയസ് ക്വസ്റ്റ്യൻ. C. ശങ്കരൻ നായരുടെ പുസ്തകമാണ്. ചേറ്റൂർ ശങ്കരൻ നായരുടെ പുസ്തകമാണ് ഗാന്ധി ആൻഡ് അനാർക്കി. C. ശങ്കരൻ നായർ. ഐ ഫോളോ മഹാത്മാ ആരുടെ പുസ്തകമാണ്? KM മുൻഷി. KM മുൻഷിയുടെ പുസ്തകമാണ് ഐ ഫോളോ മഹാത്മാ എന്നത്. ഇനി മഹാത്മാ ലൈഫ് ഓഫ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ആരുടെ പുസ്തകം? DG ടെൻഡുൽക്കറുടെ പുസ്തകമാണ്. മഹാത്മാ ലൈഫ് ഓഫ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി DG ടെൻഡുൽക്കറുടെ പുസ്തകമാണ്. ഇനി ദ മെൻ ഹൂ കിൽഡ് ഗാന്ധി ആരുടെ പുസ്തകമാണ്? മനോഹർ മൽഗോങ്കറിന്റെ പുസ്തകമാണ് ദ മെൻ ഹൂ കിൽഡ് ഗാന്ധി എന്നത്. അറ്റ് ദ ഫീറ്റ് ഓഫ് മഹാത്മാഗാന്ധി ആരുടേതാണ്? രാജേന്ദ്ര പ്രസാദിന്റേതാണ്. അറ്റ് ദ ഫീറ്റ് ഓഫ് മഹാത്മാഗാന്ധി രാജേന്ദ്ര പ്രസാദ്. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ശരിയല്ലാത്തത് ഇവിടെ 2ഉം 4ഉമാണ് ശരിയല്ലാത്തത്. only 2 and 4. ബാക്കി 2ഉം ശരിയാണ്. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതായിരുന്നു റെയിൻ ഓഫ് ടെറർ എന്നത്. 1688 ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നു. ശരിയാണേ. അപ്പോ ഇവിടെ തന്നിരിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവം തന്നിട്ടുണ്ട്. ബ്ലഡി സൺഡേ റഷ്യൻ റവല്യൂഷനുമായി ബന്ധപ്പെട്ടതാണ്. റഷ്യൻ വിപ്ലവം ആരംഭിച്ച വർഷം ഏതാ? 1917 1917. അപ്പോൾ ഈ റഷ്യയില് 2 പാർട്ടികൾ 2 വിഭാഗങ്ങൾ രൂപീകരിച്ചു. മെൻഷെവിക്കുകളും ബോൾഷെവിക്കുകളും. മെൻഷെവിക്കുകൾ ന്യൂനപക്ഷവും ബോൾഷെവിക്കുകൾ ഭൂരിപക്ഷവുമായിരുന്നു. ബോൾഷെവിക് പാർട്ടിക്ക് ഭൂരിപക്ഷത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ലെനിനും ട്രോട്സ്കിയും ചേർന്നിട്ടാണ്. മെൻഷെവിക് ന്യൂനപക്ഷമാണ്. മെൻഷെവിക് പാർട്ടിക്ക് നേതൃത്വം നൽകിയത് അലക്സാണ്ടർ കെറൻസ്കി ആണ്. അലക്സാണ്ടർ കെറൻസ്കി. ബ്ലഡി സൺഡേ എന്നാൽ രക്തരൂക്ഷിതമായ ഞായറാഴ്ച. അതെന്താ സംഭവം? പെട്രോഗ്രാഡിൽ പ്രകടനം നടത്തിയ തൊഴിലാളികൾക്ക് നേരെ പട്ടാളം വെടിവെച്ചതിനെ തുടർന്ന് 100 കണക്കിന് പേർ കൊല്ലപ്പെട്ട സംഭവമാണ് രക്തരൂക്ഷിതമായ ഞായറാഴ്ച അഥവാ ബ്ലഡി സൺഡേ എന്നത്. ഇനി 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തുകൊണ്ട് തെറ്റിപ്പോയി? 1949 ചൈനയിൽ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു എന്നതാണ്. അത് തെറ്റാണ്. മാവോ സേ തുങ്ങിന്റെ നേതൃത്വത്തിൽ ചൈന പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയായി മാറിയ വർഷമാണ് 1949. മാവോ സേ തുങ് വിപ്ലവം തോക്കിൻ കുഴലിലൂടെ എന്ന് പ്രസ്താവിച്ചത് ആരാണ്? മാവോ സേ തുങ് ആണ്. മാവോ സേ തുങ്. ഇനി കറുപ്പ് വ്യാപാരം, തുറന്ന വാതിൽ നയം, ഇതൊക്കെ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കറുപ്പ് വ്യാപാരവും തുറന്ന വാതിൽ നയവും ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ചൈനീസ് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി 1688 ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്നു എന്ന് പറഞ്ഞില്ലേ? അതാണ് രക്തരഹിത വിപ്ലവം. ബ്ലഡ്ലെസ് റെവല്യൂഷൻ ആണ്. 1688 1689 കാലത്ത് ഇംഗ്ലണ്ടിലെ രാജാവിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിക്കുകയും പാർലമെന്റിന്റെ അധികാരങ്ങൾ വർദ്ധിപ്പിക്കാൻ കാരണമാവുകയും ചെയ്ത വിപ്ലവമാണ് രക്തരഹിത വിപ്ലവം. നടന്ന വർഷം തുടക്കം കുറിച്ചത് 1688 1688. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല ഏത് വിപ്ലവം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇനി 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് റെയിൻ ഓഫ് ടെറർ, മലയാളം ഭീകരവാഴ്ച. ഇതൊക്കെ SCERT ഫാക്ട്സ് തന്നെയാണ്. ഭീകരവാഴ്ച, റെയിൻ ഓഫ് ടെറർ. ഇത് 1793 ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി രൂപീകൃതമായ പൊതുസുരക്ഷാ കമ്മിറ്റിക്ക് നേതൃത്വം നൽകിയത് റോബിസ്പിയർ ആണ്. ഈ റോബിസ്പിയർ നേതൃത്വം കൊടുത്ത പൊതുസുരക്ഷാ കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നു മിറാബോ, ഡാൻഡൻ എന്നിവർ. ഇവർ എന്ത് ചെയ്തു? ശത്രുക്കൾ എന്ന് തോന്നിയ എല്ലാവരെയും ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് നിഷ്കരുണം വധിച്ചു. അങ്ങനെ 1793 ജൂലൈയിൽ തുടങ്ങി 1794 ജൂലൈ വരെ നീണ്ടുനിന്ന ഈ ഭരണമാണ് ഭീകരവാഴ്ച അഥവാ റെയിൻ ഓഫ് ടെറർ എന്ന പേരിൽ അറിയപ്പെട്ടത്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ടവയാണ്. കൂടുതലും SCERT എന്നൊക്കെ തന്നെയുള്ള ചോദ്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ
ആപ്പിൽ ഇന്നും നാളെയും നിങ്ങൾക്ക് ഹോളി ഓഫർ അവൈലബിൾ ആണ്. എല്ലാ കോഴ്സുകൾക്കും 10% ഓഫ് ഉണ്ടായിരിക്കുവേ. എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക. ഈ ഓഫറിൽ തന്നെ കോഴ്സ് എടുക്കാൻ വേണ്ടി നോക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.